ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറിയ ഉടനെ സ്പോട്ടിൽ പാട്ട് വെച്ചാണ് രാത്രി 2:30 ആയപ്പോഴാണ് അത് തീർത്തത്. അതും തീർക്കാൻ ആർക്കും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉറങ്ങണമല്ലോ, പേരിനെങ്കിലും ഉറങ്ങണമല്ലോ എന്ന് പറഞ്ഞ് തീർത്തതാണ്. എന്നിട്ടൊരു 3:30 മണിയായപ്പോഴാണ് എല്ലാവരും ആ ഒരു ഉറക്കം മൂടിലോട്ട് എത്തിയത്. നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി. ഞാനാണെങ്കിൽ വിറച്ചിരിക്കുമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ മൈസൂർ എത്തി. എത്ര മണിക്ക് എത്തിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഉടനെ തന്നെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ഡ്രസ്സ് യൂണിഫോം ആയിരുന്നു. വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കുളിച്ചു കേട്ടോ എല്ലാവരും. രാവിലെ തന്നെ എല്ലാവരും കുളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തായാലും കുളിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ സൂവിലോട്ടാണ് പോയത്. ഞാൻ ജിറാഫിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജിറാഫിനെ ഞാൻ കണ്ടു, ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സെൻറ്റ് ഫിലോമിന ചേർച്ചിൽ പോയി. അത് കഴിഞ്ഞിട്ടായിരുന്നു ദ മെയിൻ പാർട്ട്, മൈസൂർ പാലസ്. അവിടെയും വിസിറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പിയായി. മൈസൂർ പാലസ് എനിക്ക് അത്രയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും നടന്ന് കാലൊക്കെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സൂ തന്നെ ഒരു 3.5 മണിക്കൂറൊക്കെ നടന്നു ഞങ്ങൾ. ഭയങ്കര ചത്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നേരെ തന്നെ എനിക്ക് തോന്നുന്നു മൈസൂർ പാലസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും റൂമിലോട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് അന്ന് കളർ ഡ്രസ്സായിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സോമനാഥപുരം ടെമ്പിളിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് റിമെമ്പർ വെരി വെൽ, എനിക്കൊന്നിനും പയാന കാർ മ്യൂസിയത്തിലാണോ അല്ലെന്ന് തോന്നുന്നു, വേറെ എവിടെയോ ആണെന്ന് തോന്നുന്നു. അവിടെ എവിടേക്കൊക്കെയോ പോയി. പിന്നെ പയാന കാർ മ്യൂസിയം വാസ് സോ 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 ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ലിറ്ററലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അന്നേ ദിവസം ഒരു DJ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ആയിരുന്നു DJ ഉണ്ടായിരുന്നത്. അതും പൊളിച്ചു. എന്താ പറയുക, മൊത്തത്തിൽ നല്ല കളർഫുള്ളായിരുന്നു അന്നത്തെ ദിവസം. എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. കാരണം DJ എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു. മൊത്തത്തിൽ നല്ല എന്താ പറയുക, ജിൽ മൂഡിലിരിക്കുമായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചത്തു, ലിറ്ററലി ചത്തു. ഭയങ്കര എന്താ പറയുക, കാലൊന്നും അനക്കാനേ പറ്റത്തില്ല. 1 hour കണ്ടിന്യൂസ് DJ ആയിരുന്നു. ചെവിയൊക്കെ അടിച്ചുപോയി. അങ്ങനെ വേഗം റൂമിൽ എത്തിയാൽ മതി എന്നായിരുന്നു. പുതിയ ഹോട്ടലായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂർഗിലോട്ട് പോയി സെക്കൻഡ് ഡേ കഴിഞ്ഞിട്ട്. പുതിയ ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്തൊരു നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം രാത്രി ഞങ്ങളൊക്കെ ഉറങ്ങാണ്ട് എഴുന്നേറ്റ് ഇരുന്ന് സംസാരമൊക്കെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് നേരെ തന്നെ ഗോൾഡൻ ടെമ്പിളിൽ പോയി ആ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. കാരണം ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ ആൻഡ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഒരു ഡാമും കൂടി വിസിറ്റ് ചെയ്തു. പിന്നെ ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി. ഒരു കുന്നു മെമ്മറീസുമായിട്ട് ഞങ്ങൾ മൈസൂറിൻ്റെ പടി ഇറങ്ങാണ്. വി വർ സോ സാഡ് ബട്ട് സ്റ്റിൽ ഹാപ്പി ടു ഹോൾഡ് ദോസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ആൻഡ് ഈ വീഡിയോ ഇത്ര വീഡിയോ ചെയ്യുമ്പോൾ ടാറ്റാ ബൈ, സീ യു.